പല തെറ്റായ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ചിലർ ബോധപൂർവമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഗവൺമെൻറ് ഇറക്കിയ 25/8/2012 ഉത്തരവ് വളരെ വ്യക്തമാണ്. The hotel owners should accept the ownership of the government over the castle and apparent land. വളരെ ക്ലിയർ ആക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ ടോട്ടൽ 4113.30 ഹെക്ടേഴ്സ്. കാരണം നമ്മുടെ നിയമത്തിൽ പറയുന്ന അളവതാ. ഈ പാലസ് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്ന അത്രയും പാലസ് ആൻഡ് അപ്പറന്റ് ലാൻഡ് എന്ന് പറഞ്ഞ് ആ ലാൻഡ് ഇത്രയാണെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് 1 ഇഞ്ച് ഭൂമി കുറയുന്നില്ല. അപ്പം നമ്മുടെ നിയമം കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അപ്പാടെ ഇതിൻ്റെ ഓണേഴ്സ് അംഗീകരിക്കണം. That was taken over by government as per the Kovalam Palace taking over by Resumption Act 2005. അന്നത്തെ നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി കൊട്ടാരം അത് പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ ആണ് എന്ന് സമ്മതിക്കണം. രണ്ടാമത്തത്, the hotel owner is allowed to use of land and structures in the apparent land to the extent necessary for bona fide enjoyment of their undisputedly property. ബ്രാക്കറ്റിൽ അവിടെയും സംശയം വരാതിരിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ പ്രോപ്പർട്ടി അതർ ദാൻ ദ കാസിൽ ആൻഡ് ദി അഡ്ജനിങ് ലാൻഡ്. കൊട്ടാരവും കൊട്ടാരത്തോട് ചുറ്റുമുള്ള ലാൻഡ് ഒഴിച്ച് ബാക്കിയുള്ളത് ലീസിന് കൊടുക്കുന്ന കാര്യം. റീസണബിൾ ലീസ് റെന്റ് ഷാൽ ബി ഫിക്സ്ഡ് ഫോർ സച്ച് യൂസ് വിത്ത് മ്യൂച്വൽ അഗ്രിമെന്റ് ഫോർ വിച്ച് Revenue Department is authorized to proceed further. ഈ 2 കണ്ടീഷൻസ് മാനേജ്മെന്റ് സമ്മതിച്ചാൽ, അവര് നടത്തിയ ചർച്ചകളിൽ അവരിത്രയും വന്നിട്ടില്ല. പക്ഷെ ഇത് 2 അംഗീകരിച്ചാൽ, ഒന്ന്, പൂർണ്ണ അധികാരം ഗവൺമെന്റിന് നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് എന്തൊക്കെ കിട്ടുമോ അത് മുഴുവൻ. ഇന്നിപ്പം നിയമം നമുക്കെതിരായിട്ട് വിധി വന്നിരിക്കുക, നമ്മൾ അപ്പീൽ പോയിരിക്കുന്നു. കേസ് നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് നിയമം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ കിട്ടിയാൽ, അപ്പം ഹോട്ടലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബോണാഫൈഡ് യൂസിന് വേണ്ടിയിട്ട് സ്ഥലം ലീസിന് വാടക ഈടാക്കിക്കൊണ്ട് കൊടുക്കുന്ന കാര്യം ആലോചിക്കുന്നു. ഇത് രണ്ടും അംഗീകരിച്ചാൽ ഉടനെ ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയല്ല. മൂന്നാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. ഡിസിഷൻ ഓൺ ദി സെറ്റിൽമെന്റ് ഓഫ് ദ ഇഷ്യൂ ഷാൽ ബി ടേക്കൺ ഓൺലി ആഫ്റ്റർ അറൈവിംഗ് അറ്റ് എ കോൺസെൻസസ് ബൈ ഹോൾഡിംഗ് ആൻ ഓൾ പാർട്ടി കോൺഫറൻസ്. ഇതിൽ കൂടുതൽ ഒരു ഗവൺമെന്റിന് എന്ത് സുതാര്യമായി ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം കൊണ്ട് ഗവൺമെന്റിന് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം നമ്മൾ പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ ഹോട്ടൽ ഇവിടെ നടക്കരുതെന്നൊന്നും ആഗ്രഹമില്ല. ആ ഹോട്ടലിലേക്കുള്ള വഴി ഉൾപ്പെടെയായി സ്ഥലം വരുന്നത്. ആ ഹോട്ടലിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ ലാൻഡ് മുഴുവൻ നമ്മുടേതാണെന്ന് പറഞ്ഞ് കെട്ടി അടച്ചാൽ ആ ഹോട്ടൽ നാളെ പൂട്ടേണ്ടി വരും. അപ്പോൾ ആ ഹോട്ടലിലേക്കുള്ള വഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഈ മറ്റ് യൂസ്. അപ്പോൾ കൊട്ടാരവും കൊട്ടാരത്തോട് അനുബന്ധിച്ചുള്ള ചുറ്റുമുള്ള സ്ഥലം നമ്മുടെ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലം റോഡിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി അതും ലീസിന് കൊടുക്കുക. അതിനവർ സമ്മതിച്ചാൽ തീരുമാനം ഗവൺമെൻറ്റിൻ്റെതായിട്ടുണ്ടാവില്ല, ഓൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതാണ് 25/8/2012 ജിയോ. ഇപ്പോൾ പാലസ് കൊടുക്കാൻ പോകുന്നു, സ്ഥലം മുഴുവൻ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാനൊരു കാരണമുണ്ട്. കാരണം ഇതിൻ്റെ ആരംഭം മുതൽ മുഴുവൻ സ്റ്റേജിലും ഞാനാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ഉടനെയാണ് ഈ കൊട്ടാരവും സ്ഥലവും ITDCയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് കൈവശപ്പെടുത്താൻ ചിലർ ശ്രമിച്ചത്. അപ്പോൾ തന്നെ ഗവൺമെൻറ് ജിയോ ഇറക്കി.
ഒന്ന് 18/9/2004 ഞാൻ ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി. ഓൾ പാർട്ടി 2 അത് GAD എന്നാണ് ഇറക്കിയത്. GAD 18/9. 25/9 റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജിയോ ഇറക്കി ഇത് സ്ഥലം ഏറ്റെടുത്തു. അതിനെതിരെ ഇവര് കോടതി കേസിന് പോയി. അപ്പം ഏറ്റെടുക്കുന്ന ജിയോയിലും പറഞ്ഞിരിക്കുന്നത് 4.13.30 ഹെക്ടേഴ്സ് എന്നാണ് ഇപ്പോഴത്തെ ഈ ജിയോയിൽ പറയുന്ന അത്രയും സ്ഥലം. ഹൈക്കോടതിയിൽ ഗവൺമെന്റിന്റെ ഈ 2 ഓർഡറും റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്തുകൊണ്ട് ഇത് ഏറ്റെടുത്ത നടപടി ശരിയല്ല എന്ന നിലയിൽ പറഞ്ഞു. പക്ഷേ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഞങ്ങൾ ജിയോ ഇറക്കി, ഞങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ കോടതി നമുക്കെതിരായി പോയി, അതുകൊണ്ട് നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് കൈമലത്തുകയല്ല ചെയ്തത്. ഉടനെ തന്നെ ഓർഡിനൻസ് കൊണ്ടുവന്നു. ഓർഡിനൻസ് കൊണ്ടുവന്ന് ഇത് നമ്മുടേതാണ് എന്നുള്ള നിലയിലാക്കി അത് സംബന്ധിച്ചിട്ടുള്ള ആക്ട് നിയമസഭയിൽ നിയമം പാസാക്കി ഇത് നമ്മൾ ഏറ്റെടുത്തു. ഏറ്റെടുത്ത സമയത്ത് അതിനെതിരായി കേസിന് പോയി അവർ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നമുക്കെതിരായിട്ട് വിധിച്ചു. ഓർഡിനൻസ് റദ്ദാക്കി. നമ്മൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് കേസ് ഫൈനൽ തീരുമാനം എടുത്തില്ല. പക്ഷേ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരവും ഈ സ്ഥലവും മറ്റവർക്ക് കൊടുക്കേണ്ടതില്ല, ഗവൺമെന്റിന്റെ കൈവശം. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ് വിധി വന്നു. അന്ന് ഒരു സർവകക്ഷി യോഗം ഞാൻ വിളിച്ചുകൂട്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ആ സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ സമയത്ത് പുതിയ ഗവൺമെന്റ് വന്നു. അപ്പം കോടതി കേസാണ്. അപ്പം അന്നത്തെ മാനേജ്മെന്റ് ഗവൺമെന്റിന് മുമ്പിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു. ആ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് റിജക്റ്റ് ചെയ്താൽ പോരാഞ്ഞോ. ആ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെച്ചു, 3 അംഗ കമ്മിറ്റി. അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു CM ശ്രീമതി ഷീല തോമസ്, ടൂറിസം സെക്രട്ടറി ഡോക്ടർ V വേണു, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, 3 പേരുടെ ഇത് വെച്ചു. 3 പേര് ഇവരുമൊക്കെയായി ചർച്ച ചെയ്തതിന് ശേഷം അവരൊരു ഫോർമുല ഉണ്ടാക്കി. ഈ മുഴുവൻ സ്ഥലവും ഈ കൊട്ടാരവും ഗവൺമെന്റിൻ്റെതാണെന്ന് ഹോട്ടലിന്റെ ഓണേഴ്സ് സമ്മതിച്ചാൽ നമുക്ക് ഒത്തുതീർപ്പാകാം. അപ്പം ഇതെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥത. അതേ സമയത്ത് ഇവർക്ക് കൊട്ടാരം ഒഴിച്ചുള്ള ലാൻഡ് അവർക്ക് ലീസിന് കൊടുക്കാം. ഇത് ഈ ടൂറിസം സെക്രട്ടറി ഈ ചർച്ചകൾക്കെല്ലാം ശേഷം ഗവൺമെന്റിൽ എഴുതി കൊടുത്തു. അന്നത്തെ ടൂറിസം മന്ത്രി അത് എഗ്രി ചെയ്തു. പക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നപ്പം മുഖ്യമന്ത്രി അത് ലോയ്ക്ക് അയച്ചു. ലോ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിന് രാഷ്ട്രീയമായ തീരുമാനമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കോടതി വിധി വരട്ടെ എന്ന് എഴുതി വെച്ചു. കോടതി വിധി വന്നപ്പം വീണ്ടും നമുക്ക് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓർഡിനൻസ് അതല്ല, നമ്മുടെ ആക്ട് നിലനിൽക്കുന്നതല്ല എന്ന നിലയിൽ വിധി വന്നു. അതിന് ഗവൺമെൻറ് അപ്പീൽ കൊടുത്തു. പക്ഷേ ഇപ്പോഴും ആ കേസ് നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ ഗവൺമെൻറ് വന്നത്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അവരൊരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം നമുക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആദ്യം ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെച്ചു. അതിനുശേഷം ഇത് അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടൊരു സബ് കമ്മിറ്റി വെച്ചു.
ആ സബ് കമ്മിറ്റിയാണ് നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്നതുപോലുള്ള ഒരു പ്രപ്പോസൽ. പക്ഷെ ആ പ്രപ്പോസലിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നുകൂടെ ചേർത്തു. എന്താണെന്ന് ചോദിച്ചാൽ സർവകക്ഷി യോഗം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തതിന് ശേഷം ഇതാലോചിച്ചിട്ടാണ് എന്ത് വേണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യവും സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി എന്തു വേണം എന്ന് അവരോടുകൂടെ ചോദിച്ചിട്ട് തീരുമാനിക്കുക എന്ന നിലയിൽ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തെയാണ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട്, ഇതിനകത്ത് ഗവൺമെൻറ് ഒന്നും മറച്ചു വെക്കാനില്ല. രണ്ട് ആക്ഷേപങ്ങൾ കേട്ടു. ഒന്ന്, ഇത് ഔട്ട്സൈഡ് അജണ്ടയായിട്ടാണ് വന്നത്. ഔട്ട്സൈഡ് അജണ്ടയല്ല. ഇത് ക്യാബിനറ്റിൽ 3 or 4 പ്രാവശ്യം ചർച്ച ചെയ്തു. 3 or 4 പ്രാവശ്യം ചർച്ച ചെയ്തു. ഒരിക്കൽ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെച്ചു. അവരുടെ അഭിപ്രായം വന്നതിന് ശേഷം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ വെച്ചു. അവരുടെ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അപ്പോൾ രണ്ടാമതൊന്ന് പറഞ്ഞു, ഒരു വാർത്ത കേട്ടു, ഇതെന്തുകൊണ്ട് ഈ തീരുമാനം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞങ്ങളത് പബ്ലിഷ് ചെയ്യാതിരുന്നത് കാരണം ഈ തീരുമാനം നടപ്പിലാകുമെന്ന് ആർക്കാ ഉറപ്പ്? ഒന്ന്, മാനേജ്മെൻറ്റ് സമ്മതിക്കണം. മാനേജ്മെൻറ്റ് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും പറയാറായിട്ടില്ല. രണ്ട്, അങ്ങനെ വരുന്നൊരു പ്രപ്പോസൽ ഓൾ പാർട്ടിയുടെ മുമ്പിലോട്ട് വരിക. ഗവൺമെൻറ് തന്നെ തീരുമാനിക്കാൻ പോകുന്നെങ്കിൽ പോലും പറഞ്ഞാൽ മനസ്സിലാക്കാം. ഓൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ മുമ്പിലേക്ക് വന്ന് അവിടെയും ചർച്ച കഴിഞ്ഞിട്ടാണ് ക്യാബിനറ്റിൽ വന്ന് ക്ലിയറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഒന്നും മറച്ചു വെക്കാനില്ല. വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള തീരുമാനമാണ്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുത്തിരുന്ന നിലപാടിൻ്റെ ഒരു തുടർച്ചയാണ്. പക്ഷെ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ല. എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പക്ഷെ ഈ ഗവൺമെൻറ് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യണം. അത് ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ചെയ്യണം എന്ന നിർബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തത്. പക്ഷേ സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങളെ പോലും തള്ളിപ്പറയാൻ മടിയില്ലാത്തവർക്ക് എന്തു പറയാം? ഒരല്ല. എനിക്ക് രണ്ടാമതൊന്ന് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം KPC ഓഫീസിൽ വെച്ച് നടത്തിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, പഴയ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്ന 3 കമ്പനികളെക്കുറിച്ചുള്ള കാര്യത്തിന് ഞാൻ മറുപടി കൊടുത്തു. ആ മറുപടിയിൽ ഒരു കാര്യം സമ്മതിച്ചു, ആ 3 പ്രോജക്റ്റും അവരുടെ കാലത്തുള്ളതാണെന്ന് സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാനൊക്കത്തില്ല, കാരണം മുഴുവനും റെക്കോർഡോട് കൂടി ആയിരിക്കുന്നത്. അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി എന്നാണ് പറയുന്നത്. അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി. കൊച്ചി ആമ്പല്ലൂർ പ്രോജക്റ്റ് 1149 ഏക്കർ ഭൂമിക്കാണ് KSIDC ഗവൺമെന്റിലേക്ക് എഴുതുന്നത്. 2 പ്രാവശ്യം കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് അനുമതി കൊടുത്തത് 334 ഏക്കറിനാണ്. ഞങ്ങൾ 1 ഏക്കർ പോലും കൂട്ടിയിട്ടില്ല. 334 ഏക്കർ മാത്രമാണ്. അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ ധാരാളം പേര് നിവേദനങ്ങൾ തരുന്നുണ്ട്. ഞങ്ങളുടെ ഭൂമി ഇവിടെ എടുക്കണം എന്ന് പറഞ്ഞ് നിവേദനം തരുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ആവശ്യത്തിന് പോയപ്പോഴും കുറേ പേര് വന്നേച്ച് പറഞ്ഞു. കഴിഞ്ഞ പിറവം തിരഞ്ഞെടുപ്പിൽ ഇതൊരു മുഖ്യ ചർച്ചാ വിഷയമായിരുന്നു. ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ നേട്ടമാണെന്ന് ഇടതുപക്ഷം പറഞ്ഞു. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഇൻകലിനെ ചുമതലപ്പെടുത്തി. ഇൻകലിന് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 3 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തു. മഹീന്ദ്ര കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് കമ്പനിക്ക് ഇൻകല് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. അവര് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി 18/6/2011 ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി. അവർ റിപ്പോർട്ട് നൽകുമ്പോൾ ഗവൺമെന്റ് മാറി. പക്ഷേ ആ റിപ്പോർട്ടിന് ഞങ്ങൾക്ക് ഒരു ബാധ്യതയുള്ളതല്ല. തീരുമാനിച്ചത് ഇടതുമുന്നണി, നിശ്ചയിച്ചത് ഇടതുമുന്നണി,
പൈസ കൊടുത്തത് ഇടതു മുന്നണി. പക്ഷേ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇവിടെ ഗവൺമെൻറ് മാറി കഴിഞ്ഞപ്പോഴാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അവർ ആ റിപ്പോർട്ടിനകത്ത് 13,350 ഏക്കർ എടുക്കണം എന്നെഴുതിയിട്ടുണ്ട്. ഇത് ഇടതുമുന്നണി ഗവൺമെൻറ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല. അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇത്ര ഏക്കറിനുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കണം, പറഞ്ഞിട്ടില്ല. ഈ 4-5 ജില്ലകളിൽ സ്ഥലമെടുക്കുന്ന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് നൽകാൻ വേണ്ടി 13,350 ഏക്കർ അവർ സജസ്റ്റ് ചെയ്തു. ഈ സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് സോണായിട്ട് ഒരു പുതിയ പോളിസി കൊണ്ടുവന്നു. അപ്പോൾ അതിനവർ 10,000 ഏക്കറെങ്കിലും കുറഞ്ഞത് വേണമെന്നാണ് ആ പോളിസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതി, ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് നടക്കില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഏരിയ കുറച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ കത്തെഴുതുക ചെയ്തത്. അപ്പം ഇവർ കൊച്ചി കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിനെ കുറിച്ച് ചർച്ച ചെയ്ത യോഗങ്ങളിലൊന്നും ഇത്ര ഏക്കറേ ആകാവൂ എന്ന് പറഞ്ഞിരുന്നില്ല. ഈ സംസ്ഥാനങ്ങളിൽ, ഈ ജില്ലകളിലെല്ലാം കൂടിയ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറഞ്ഞ് കൺസൾട്ടൻസിക്ക് കൊടുത്തപ്പോൾ അവരുണ്ടാക്കി തന്നതാണ്. അതിന് ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. കിട്ടിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് പോളിസി ഇതാണ് എന്നറിഞ്ഞപ്പം ഈ 13,350 ഏക്കറൊന്നും കേരളത്തിൽ എടുക്കാൻ സാധിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ അത് കുറവ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മൂന്നാമത്തത് പെട്രോളിയം കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് റീജൻ. പെട്രോളിയം കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് റീജൻ. ഇതിനും ഇവർ പ്രത്യേകമായിട്ടുള്ള ഏരിയ ഒന്നും പറഞ്ഞിരുന്നില്ല. 2009-2010 ബഡ്ജറ്റ് പ്രസംഗത്തിലാണ് ഈ പ്രോജക്റ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് 3,400 ഏക്കറിനാണ്. ഈ 3,400 ഏക്കറിൽ 2,200 ഏക്കറും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളാണ്. FACT, BPCL, HOCL തുടങ്ങിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയാണ് 2,200 ഏക്കർ സ്ഥലവും. പിന്നെ ഈ റിപ്പോർട്ട് അനുസരിച്ച് 1,200 ഏക്കറാണ് ഉള്ളത്. അപ്പോൾ ഇത് മൂന്നും കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. പക്ഷേ ഞങ്ങളുടെ നിലപാട് കഴിഞ്ഞ ഗവൺമെൻറ് നല്ല കാര്യം ചെയ്താൽ അത് തുടരണം. അല്ലാതെ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തതെല്ലാം ഈ വേണ്ടെന്ന് വെക്കുക, എന്നിട്ട് ഒന്നേന്ന് തുടങ്ങുക, അതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ അതിനകത്ത് ഗുണദോഷങ്ങൾ ഞങ്ങൾ നോക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് 13,350 ഏക്കർ കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 3,400 സ്ഥാനത്ത് 1,200 ഏക്കർ സ്ഥലം കൂടിയാണ് അഡീഷണൽ ആയിട്ട് വേണ്ടത്. അതെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ എക്സ്റ്റൻറ്റ് കുറയ്ക്കും. അപ്പോൾ സ്വന്തമായി തുടങ്ങി വെച്ചതും സ്വന്തമായി നേതൃത്വം നൽകിയതുമായിട്ടുള്ള കാര്യത്തെയാണ് ശ്രീ അച്യുതാനന്ദൻ തള്ളിപ്പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ട് വീണ്ടും എഴുതിയിട്ടുണ്ട്. 1000-ഓളം പേജുകൾ വരും ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ എല്ലാം കൂടെ. പ്രതിപക്ഷത്തോട് വീണ്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പൂർണ്ണമായും എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് പോവില്ല എന്നുള്ള പ്രതീക്ഷയാണ്. അവർ ആരെങ്കിലും പറഞ്ഞെന്നോ അല്ലെങ്കിൽ അവർ ഉറപ്പ് നൽകിയെന്നോ ഒന്നും ഇതിനർത്ഥമില്ല എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അവരുയർത്തിയിട്ടുള്ള സംശയങ്ങൾ, അവർ പ്രകടിപ്പിച്ചിട്ടുള്ള ആശങ്കകൾ ഒന്നും തന്നെ ശരിയല്ല എന്ന് കേരളം നേരിട്ട് കാണാൻ പോവുക, നേരിട്ടറിയാൻ പോവുക. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അവരാരുടെയെങ്കിലും പ്രാതിനിധ്യം ഈ എമർജിംഗ് കേരളയിൽ ആ ചടങ്ങിൽ ഉണ്ടായില്ലെങ്കിൽ പോലും, എമർജിംഗ് കേരള എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്, കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയാണ്. അതിൽ എല്ലാവരുടെയും സഹകരണം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ.